UFC ഫൈറ്റ് നൈറ്റ് അഡിസാനിയ വേഴ്സസ് ഹിമാമോവ്. ആ ഒരു കാർഡിൽ അത്യാവശ്യം നല്ല കുറച്ച് ഫൈറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ്. ഷാര ബുള്ളറ്റ് വേഴ്സസ് MVP. പിന്നെ മെയിൻ ഇവൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡിസാനിയ വേഴ്സസ് ഹിമാമോവ് എനിക്കങ്ങനെ ഒബ്വിയസ് ഫേവറേറ്റ് ഒന്നും ഇല്ല. ബട്ട് എനിക്ക് അഡിസാനിയ ഒന്ന് ജയിച്ചിട്ടുണ്ടാ കൊള്ളാമെന്നുണ്ട്. അതായത് അഡിസാനിയ ആൾറെഡി ഒരു ലോസിംഗ് സ്ട്രൈക്കിൽ നിൽക്കുകയാണ്. ഇപ്പം സ്ട്രിക്ലാൻഡോട് തോറ്റു, അത് കഴിഞ്ഞ് DDPയോട് തോറ്റു. അന്നേരം ഒന്ന് ജയിച്ചിട്ടുണ്ടാ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പം അഡിസാനിയ ശരിക്കും UFCയുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ മിഡിൽ വെയ്റ്റ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രൈക്കേഴ്സ് എവർ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ പെരേരയായിട്ടുള്ള റൈവലറിയൊക്കെ തന്നെ MMA തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈവലറീസ് അല്ലേ. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ഹിസ്റ്ററിയിൽ പേരുള്ള ആളാണ് അഡിസാനിയ. അന്നേരം അഡിസാനിയ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു വിഷമം. അന്നേരം അഡിസാനിയ ഒന്ന് ജയിച്ച് കണ്ടാൽ കൊള്ളുന്നുണ്ട്. എനിവേ ആരാന്ന് വെച്ചാൽ ജയിക്കട്ടെ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ്. ഷറഫുദ്ദീൻ മഗോമഡോ വേഴ്സസ് മൈക്കിൾ വാനപേജ്. ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് UFC തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റൈലിസ്റ്റിക് മാച്ചപ്പാണ്. അതായത് സ്ട്രൈക്കർ വേഴ്സസ് സ്ട്രൈക്കർ മാച്ചപ്പാണ് ഈ ഷറ വേഴ്സസ് MVP എന്ന് പറയുന്നത്. ഈ MMA തന്നെ ടു ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സാണ് MVP-യും ഷറയും. അതായത് ഈ ഒരു ഫൈറ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഈ ഒരു ഫൈറ്റിലേക്ക് നയിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഷറ മറ്റേ ഡബിൾ സ്പിന്നിങ് ബാക്ക് ഫിസ്റ്റ് ചെയ്ത് KO ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്പിരിറ്റിൽ അഡിസാനിയെ കോൾ ഔട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് MVP പറഞ്ഞു, എൻ്റെ ബോയ് അവിടെ വെറുതെ ഇരിക്കട്ടെ, ഞാൻ നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് MVP ഇടയ്ക്ക് വന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫൈറ്റിലേക്ക് വഴിതെളിച്ചത്. പിന്നെ ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഷറഫുദ്ദീൻ മഗോമഡോവിനെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം MVP എന്ന് പറയുന്നത് കുറേ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. കാര്യം ഞാൻ ആദ്യമേ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ഇൻ്റർനെറ്റിൽ കാണുന്ന MMA ഫൈറ്റേഴ്സിൽ ഒരാളാണ് MVP എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 2016-17 സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ MVP-യുടെ കുറേ വീഡിയോ കമ്പൈലേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഭയങ്കര ക്രൂസം ഇഞ്ചുറീസ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സ്കള്ള് ഫ്രാക്ചർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റേ കിക്ക് ചെയ്ത് നോസ് ബെൻഡ് ചെയ്യിക്കുക, അതുപോലെ പല പരിപാടികളുണ്ടായിരുന്നു. അന്നേരം എസ്പെഷ്യലി ആ സ്കള്ള് ഫ്രാക്ചർ ചെയ്ത മറ്റേ ക്രിസ് സൈബോർഗിൻ്റെ അന്നത്തെ ബോയ് ഫ്രണ്ട് സൈബോർഗിൻ്റെ സ്കള്ള് ഫ്രാക്ചർ ചെയ്ത സംഭവം, അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്നിട്ട് സ്കള്ള് ഫ്രാക്ചർ ചെയ്തിട്ട് ഒരു പോക്കി ബോൾ ഉരുട്ടി വിടുന്നത് അതൊക്കെ നിങ്ങൾ പലരും കണ്ടു കാണും. അതിന് അന്ന് MVP ഇതുപോലെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതിന് ഞാൻ ഇതുപോലെ അന്ന് മുതലേ പിന്നീട് ഇങ്ങനെ ഒരുപാട് വട്ടം ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് MVP ഇപ്പോൾ എവിടെയാണ്, ഇപ്പോൾ ഫൈറ്റൊന്നും ചെയ്യുന്നില്ലയോ, UFC-യിലോട്ട് വരുന്ന എന്താ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം UFC-യിലോട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേസമയം തന്നെ എനിക്ക് കുറച്ച് നിരാശ ഉണ്ടായിരുന്നു. അതായത് 10-37 വയസ്സിലാണ് പുള്ളി വരുന്നത്. ഓക്കെ, അതിന് ആ ഒരു പ്രൈം പീരീഡ് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞു. ബട്ട് എങ്കിലും ആ ഒരു മൂവ്മെൻറ്റിലൊന്നും വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതായത് നമ്മൾ ആ കെവിൻ ഹോളണ്ടിൻ്റെ ഫൈറ്റിൽ ഒക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പം അതുപോലെ തന്നെ ഇയാൻ ഗാരി അത്യാവശ്യം നല്ല സ്ട്രൈക്കറാണ്. പക്ഷേ പുള്ളിക്ക് ഗ്രൗണ്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ MVP നല്ലൊരു സ്ട്രൈക്കറാണ്. അത് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പം ആര് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷറ ജയിക്കണം എന്നാണ്. കാര്യം ഷറയ്ക്ക് അത്യാവശ്യം ഫ്യൂച്ചറുള്ള ആളാണ്. എന്ന് വെച്ചാൽ അൺഡിഫൈഡായിട്ട് പോകത്തൊന്നുമില്ല. ഒബ്വിയസ്ലി എവിടെയെങ്കിലും പോയി തോക്കാനുള്ളതാണ്. കാര്യം ഒരു ഡീസൻറ്റ് റെസ്ലറിൻ്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഷറ ഏറെക്കുറെ അവിടെ തീരും. എസ്പെഷ്യലി കംസത്തിനെയൊക്കെ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ഷറയുടെ കാര്യം അവിടെ തീരും. ബട്ട് എനിവേ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ MVP-യുടെ കേസ് പറയുകയാണെങ്കിൽ MVP ഇപ്പം ഇയാൻ ഗാരിയോട് തോറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ MVP-യുടെ സൈഡ് പിടിച്ചേനെ. ബട്ട് ആൾറെഡി ഒരു ലോസായി, ആ ഒരു ഹൈപ്പ് കുറഞ്ഞു. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറയുടെ ലൈഫിൽ ഏറ്റവും വലിയ ടെസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഓക്കെ, ബട്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഞാനൊരു ചെറിയൊരു ഡിസ്ക്ലൈമർ വെക്കുകയാണ്. ചിലപ്പോൾ നാളത്തെ ഫൈറ്റിൽ ഷറ ഫസ്റ്റ് റൗണ്ടിൽ കയറി MVP-യെ KO അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിലൊന്നും വലിയ വാല്യൂ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തിരിച്ച് വന്നിട്ട് അയ്യേ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ് എന്നൊന്നും പറയരുത്. നമുക്ക് പോസിബിലിറ്റീസേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിവേ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഷറയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു ഡിസ്റ്റൻസ് ക്ലോസിങ്ങിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ ഒന്നെങ്കിൽ MVP-യുടെ പ്രീവിയസ് ഫൈറ്റ്സ് നോക്കുക, അല്ലെങ്കിൽ ഈ കെവിൻ ഹോളണ്ടുമായിട്ടുള്ള ഫൈറ്റ് നോക്കുക. അതായത് ആ ഒരു ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് MVP നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് വേണം, ഷറ ഇപ്പം പറഞ്ഞൊക്കെയാണ് സ്റ്റാൻഡപ്പ് ചെയ്യത്തുള്ളത്. അതായത് നേരെ ടെക് ഡൗണിലൊന്നും പോകത്തില്ല, ഗ്രൗണ്ടിലോട്ട് പോകത്തില്ല, സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്ക് ആയിരിക്കും ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തായാലും വളരെ നന്നായി. കാര്യം സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഗ്രൗണ്ടിലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ MVP ആയിരിക്കും കുറച്ചുകൂടെ ഗ്രൗണ്ടിൽ ബെറ്റർ എന്നാണ്. കാര്യം ആൾക്കാർ മറ്റേ നമ്മൾ കെവിൻ ഹോളണ്ട് മാച്ചിൽ നോക്കുകയാണെങ്കിൽ കെവിൻ ഹോളണ്ട് ഇതുപോലെ MVP-യെ ഇതുപോലെ ഗ്രൗണ്ടിലിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ കെവിൻ ഹോളണ്ട് BJJ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇയാൻ ഗാരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൻ ഗാരി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കരുതിയില്ല. പക്ഷേ ഇയാൻ ഗാരിയുടെ ലെവൽ എനിക്ക് ഷൗക്കത്ത് മാച്ചിൽ മനസ്സിലായി. ഓക്കെ, അന്നേരം ഷൗക്കത്തിനെ അങ്ങനെയൊക്കെ സബ്മിഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ MVP-യൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ 2 കിടിലൻ ഗ്രാപ്ലേഴ്സിനോടാണ് MVP ഫൈറ്റ് ചെയ്തത്. പക്ഷേ എന്നിട്ട് സർവൈവ് ചെയ്തില്ലേ. അന്നേരം പക്ഷേ MVP ഇതുപോലെ സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, മറ്റേ ലെഗ് ലോക്കൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അന്നേരം ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ലതാണ്. പോരത്തേന്
ജുഡിഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ അതുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ MVP എഡ്ജ് ഉണ്ടെന്നാണ്. ഷാര ഗ്രൗണ്ടിലധികം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഗ്രൗണ്ടിലോട്ട് പോകുന്നില്ല, സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MVP സ്ട്രൈക്ക് നിൽക്കാൻ പറ്റാത്തവരാണ് നേരെ എടുത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു മാച്ചിൽ ഷാരയ്ക്ക് ഗ്രൗണ്ടിലോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ MVP ഷാര തോറ്റെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കാം. അങ്ങനെ ഈ ഫൈറ്റിൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ക്ലോസിങ് ആയിരിക്കും. അതായത് MVP നല്ല ദൂരെയാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു നമ്മുടെ വണ്ടർ ബോയ് ഒക്കെ നിൽക്കുന്ന പോലെ ആ ഒരു കരാട്ടെ സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും കുറേ കൂടെ ലെങ്തും കാര്യങ്ങളൊക്കെ MVP-ക്കല്ലേ. അതുകൊണ്ട് തന്നെ നല്ല ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര അന്യായ സ്പീഡിലാണ് MVP കയറി ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു കെവിൻ ഹോളണ്ട് ഫൈറ്റ് ചെയ്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഒറ്റയടിക്ക് ചാടി കുതിച്ച് ഇപ്പുറത്ത് വരും, അതിനിടെ ഇടിയും പറ്റിക്കും. അന്നേരം അതുകൊണ്ട് തന്നെ ഈ നല്ല സ്പീഡിലാണ് കയറി വരുന്നത്. അന്നേരം അത് നല്ലൊരു ഇഷ്യൂമാണ്. കാര്യം അങ്ങോട്ട് റീച്ച് ചെയ്ത് അങ്ങോട്ട് ഇടിക്കാൻ പറ്റത്തുമില്ല, കിക്ക് ചെയ്യാനൊന്നും പറ്റത്തുമില്ല. അത്ര അജയിലായിട്ടാണ് MVP ടോയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചാടി 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 നിൽക്കുന്നതാണ്. ഹിറ്റ് എടുക്കത്തുമില്ല, പക്ഷേ അതേസമയം തന്നെ തിരിച്ച് നന്നായിട്ട് കൊള്ളുകയും ചെയ്യും, പറയുന്നതിനിടെ ഇടി പറ്റുകയും ചെയ്യും. അതൊരു പ്രധാന ഇഷ്യൂ ആയിരിക്കും. മാത്രമല്ല MVP കുറച്ചുകൂടെ സൈസുള്ള ആളാണ്. മീൻസ് ഷാരയേക്കാളും റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റീച്ച് അത്യാവശ്യം നല്ല അഡ്വാൻറ്റേജ് MVP-ക്ക് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഷാരയ്ക്ക് നേരെ സ്ട്രൈക്ക് ലാൻഡ് ചെയ്ത് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, എന്നാൽ MVP-ക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരും. പിന്നെ MVP-യുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷാരയ്ക്ക് MVP-യുടെ സ്റ്റൈലുമായിട്ട് അത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം സ്ട്രൈക്ക് ചെയ്യാനും പറ്റത്തില്ല, എന്നാൽ ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷനിൽ കയറി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമ്പോഴത്തേക്ക് അത് MVP മുതലെടുത്തിട്ട് KO ചെയ്യാൻ നോക്കും എന്നുള്ള രീതിയിലാണ് MVP പറയുന്നത്. ഓക്കെ, അന്നേരം ഫൈറ്റ് ഏത് രീതി വേണമെങ്കിലും പോകാം. എനിക്ക് തോന്നുന്ന ഒരു എഡ്ജ് MVP-ക്ക് ഉണ്ടെന്നാണ്. പക്ഷേ MVP പറഞ്ഞത് കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ കിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, പഞ്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആവും. മാത്രമല്ല MVP-യുടെ ഷോ ബോട്ടിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. കെവിൻ ഹോളണ്ട് ഫൈറ്റിലാണെങ്കിലും അല്ലെ പഴയ ഫൈറ്റ്സൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി. അതായത് അൾട്ടിമേറ്റ് ട്രോളാണ്. അതായത് ഇതുപോലെ എന്തെങ്കിലും പരിപാടി കാണിക്കും, എന്നിട്ട് തിരിച്ച് കയറി ട്രോൾ ചെയ്യും. അപ്പോഴത്തേക്ക് ഫ്രസ്ട്രേഷൻ കയറിയിട്ട് ഓപ്പോസിറ്റ് ഫൈറ്റർ ഇതുപോലെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, MVP അത് മുതലെടുക്കും. ഇതുപോലെ പല സിറ്റുവേഷൻസും കണ്ടതാണ്. അന്നേരം ഇവിടെയും ഷാരയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും. അതായത് ഷാരയുടെ കേസ് പറയുകയാണെങ്കിൽ ഷാരയോട് അങ്ങനെ ഇത്രയും പുള്ളിയോട് സ്ട്രൈക്കിങ്ങിൽ ആ ഒരു ലെവലിൽ പിടിച്ചിരിക്കാൻ പറ്റി ആരും അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഡിഫറെൻറ്റ് ചാലഞ്ച് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ കയറി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, MVP അത് മുതലെടുക്കാനും ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, MVP-ക്ക് നല്ല KO പവറുണ്ട്, നന്നായിട്ട് ഇഞ്ചുറി ചെയ്യാൻ പറ്റും. അന്നേരം ഈ മെലിഞ്ഞിരിക്കുന്ന പോലൊന്നുമല്ല, ഭയങ്കര KO പവറുണ്ട്. അന്നേരം ചിലപ്പം ഷാര പോലെ KO അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടാനൊന്നുമില്ല, ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം. എനിവേ MMA ആണ്, എന്ത് സംഭവിക്കാം. അന്നേരം ഞാൻ ഷാരയുടെ സ്റ്റൈൽസ് കൂടുതൽ ബ്രേക്ക് ഡൗൺ ചെയ്തില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഷാരയെ നന്നായിട്ട് അറിയാം. പക്ഷേ MVP ആദ്യം ആർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് നാളെ മാച്ച് എങ്ങനെ പോകും നോക്കാം. എന്തായാലും ഒരു ബാങ്ങർ ഫൈറ്റ് തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.